ഒരിടവേളയ്ക്ക് ശേഷം ബോളിവുഡിലേക്ക് തിരികെ വരികയാണ് പ്രിയദർശൻ. ഹിറ്റ് കോംബോയായ അക്ഷയ് കുമാറിനൊപ്പം ഭൂതബംഗ്ല എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയന്റെ ബോളിവുഡ് കംബാക്ക്. 14 വർഷത്തിന് ശേഷമാണ് പ്രിയദർശനും അക്ഷയ് കുമാറും വീണ്ടും ഒരുമിക്കുന്നത്. ഭൂതബംഗ്ലയ്ക്ക് പിന്നാലെ ഹൈവാൻ എന്ന ചിത്രവും പ്രിയദർശന്റേതായി ബോളിവുഡിൽ ഒരുങ്ങുന്നുണ്ട്. മലയാളത്തിലെ നിരവധി ഹിറ്റുകൾ ബോളിവുഡിലേക്ക് റീമേക്ക് ചെയ്ത് വിജയം നേടിയ സംവിധായകനാണ് പ്രിയദർശൻ. ഹിറ്റുകൾ പോലെ പരാജയങ്ങളും പ്രിയദർശന് ബോളിവുഡിൽ നേരിടേണ്ടി വന്നിട്ടുണ്ട്. വലിയ താരനിരയുണ്ടായിട്ടും പരാജയപ്പെട്ട പ്രിയദർശൻ ചിത്രമാണ് ബില്ലു. മലയാളത്തിൽ വൻ വിജയം നേടിയ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിന്റെ ഹിന്ദി റീമേക്കായിരുന്നു ബില്ലു. 2009 പുറത്തിറങ്ങിയ ചിത്രത്തിൽ ഷാരൂഖ് ഖാൻ ആയിരുന്നു മമ്മൂട്ടിയുടെ വേഷത്തിലെത്തിയത്. ശ്രീനിവാസൻ അവതരിപ്പിച്ച ബാലനെ ഹിന്ദിയിൽ അവതരിപ്പിച്ചത് ഇർഫാൻ ഖാനായിരുന്നു. ചിത്രത്തിലെ പാട്ടുകളെല്ലാം ഹിറ്റായെങ്കിലും ചിത്രം പരാജയപ്പെട്ടു. എന്തുകൊണ്ടാണ് ബില്ലു പരാജയപ്പെട്ടതെന്ന് പറയുകയാണ് പ്രിയദർശൻ. ഒരു അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്. ഒരൊറ്റ തെറ്റാണ് എനിക്ക് ആ ചിത്രത്തിൽ സംഭവിച്ചത്. ഞാൻ ഒരുപാട് പാട്ടുകൾ ചേർത്തു. ഞാനത് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് കാരണം തിരക്കഥയുടെ കെട്ടുറപ്പ് നഷ്ടമായി എന്നാണ് പ്രിയദർശൻ പറയുന്നത്. അതിനാൽ ചിത്രത്തിലെ വൈകാരിക രംഗങ്ങൾ പോലും പ്രതീക്ഷിച്ച ഇമ്പാക്ട് നൽകിയില്ലെന്നും പ്രിയദർശൻ പറയുന്നു. അതേസമയം ചിത്രത്തിൽ ഷാരൂഖ് ഖാന്റെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിൽ ബുദ്ധിമുട്ട് നേരിട്ടുവോ എന്ന ചോദ്യത്തിനും പ്രിയദർശൻ മറുപടി നൽകുന്നുണ്ട്. ഷാരൂഖ് ഖാനെ സൂപ്പർ താരമായി അവതരിപ്പിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും നേരിടേണ്ടി വന്നിട്ടില്ലെന്നാണ് പ്രിയദർശൻ പറയുന്നത്. ഷാരൂഖ് ഖാൻ സൂപ്പർ താരമാണെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ. അതിനായി തിരക്കഥയിലൊന്നും ചെയ്യേണ്ടതില്ല എന്നാണ് പ്രിയദർശൻ പറഞ്ഞത്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.